ഒരേ വിഷയം, ഒരേ ചിന്തകൾ മനസ്സിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നാൽ അത് മനസ്സിനെ ടയർഡാക്കും, വിഷമിപ്പിക്കും. ഇതാണ് സമാധാനക്കേട്. ഇത് തന്നെയാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ്സ് രണ്ട് തരത്തിൽ വരാം. ഒന്ന് ഡിപ്രഷൻ, ഒന്ന് ആങ്സൈറ്റി. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ഓർമ്മകളിൽ നിന്ന് വരുന്നതാണ് ഡിപ്രഷൻ. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത് എന്താണോ അതാണ് ആങ്സൈറ്റി. അപ്പോൾ കഴിഞ്ഞ കാലത്ത് എന്തോ ചെയ്തു വെച്ചു, ഈ കാലത്തത് സംഭവിക്കുന്നില്ല, ഇനി അടുത്ത വരാൻ പോകുന്ന കാലത്ത് വരുമോ എന്നുള്ളൊരു സംശയം. ഇതാണ് ഡിപ്രഷൻ, ആൻസൈറ്റി. ഇതിനെ നമുക്ക് സ്ട്രെസ് എന്ന് പറയാം. ഇത് പുതിയ കാലത്തെ വാക്കുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നുണ്ടെന്നറിയണം, ഒരേ വിഷയമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നറിയണം, ചിന്തകൾക്ക് ശക്തിയുണ്ടെന്നറിയണം. ചിന്തകൾക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ് നമുക്ക് വിഷമം സംഭവിക്കുന്നത്. ചിന്തകൾക്ക് ശക്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വിഷയമാണ് ആലോചിക്കുന്നതെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഊർജ്ജം എന്താ? ഹാപ്പിനെസ്സാണ്. അപ്പോൾ നിരാശ ഉണ്ടാക്കുന്ന ഒരു വിഷയം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ചിന്തകളെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഓർമ്മകളെ ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ ചിന്തകളിൽ വരുന്ന ഊർജ്ജത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഊർജ്ജത്തെ നെഗറ്റീവാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ പറ്റും. അതിൻ്റെ ശക്തി കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒറ്റയ്ക്കിരിക്കുക, സുഖാസനത്തിലിരിക്കുക, വെറുതെ ഇരിക്കുക, ഉറങ്ങാതിരിക്കുക, നട്ടെല്ല് നിവർന്നിരിക്കുക, കൈകൾ മലർത്തി വെക്കുക, തുടയുടെ മുകളിൽ കണ്ണടച്ചിരിക്കുക, ഉള്ളിലേക്ക് നോക്കുക. ഉള്ളിലേക്ക് നോക്കുമ്പോൾ ചിന്തകൾ വരുന്നത് കാണാം. ചിന്തകൾ വരുമ്പോൾ അതിനെ നിരീക്ഷിക്കുക. ചിന്തകൾ വരുന്നു, നിൽക്കുന്നു, പോകുന്നു. ചിന്തകൾ വന്നു, അപ്പോൾ നമ്മൾ ആ ചിന്തകളെ നോക്കുമ്പം അതിന് വികാരം ശരീരത്ത് അനുഭവിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള വികാരമാണോ അത് അനുഭവിക്കും. ഭയമായിരിക്കാം, സങ്കടമായിരിക്കാം, ഈവൻ സന്തോഷമായിരിക്കാം. അപ്പോഴും നിരീക്ഷിക്കുക. നിരീക്ഷിച്ച് കഴിയുമ്പോൾ അത് മെല്ലെ പോകുന്നത് കാണാം. വീണ്ടും അതേ ചിന്ത വരും, നിരീക്ഷിക്കുക. അപ്പം ആദ്യം നിന്ന അത്ര സമയം ആ ചിന്ത നിൽക്കില്ല, അത് പെട്ടെന്ന് പോകും. ഇങ്ങനെ നമ്മൾ ഒരേ വിഷയത്തെ നിരന്തരമായിട്ട്, ഇതൊരു ശ്രമമാണ്, തീർച്ചയായിട്ടും ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. കിടന്നുറങ്ങിയാൽ ആവില്ല. ഇത് മാറിക്കോളും എന്ന് പറഞ്ഞാൽ പോവില്ല. ഇതാണ് ഒരു സൊല്യൂഷൻ. ഇത് ലോകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്, നമ്മുടെ മണ്ണിൽ നിന്നാണ്, ഗുരുക്കന്മാരാണ്. അവരാണിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ ഒത്തിരി സമാധാനപ്പെടുത്തുന്ന ഒരു വഴിയാണ്. ഇത് മാത്രമേ ലോകത്തൊരു വഴിയുള്ളൂ. സൈക്കോളജി എന്ന് പറയുന്നത് മറ്റൊരാളെ പരീക്ഷിച്ച് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ കുറേ ആൾക്കാരെ പരീക്ഷിച്ച് കണ്ടെത്തി അതിൻ്റെ റിസൾട്ട് എഴുതി വെക്കുന്നതിനാണ് സൈക്കോളജി. സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ, മാനസികമായി അനുഭവിക്കുന്ന വിഷയങ്ങൾ എഴുതിയിട്ട് ചെയ്യുന്നതല്ല. അങ്ങനെ എഴുതിയിട്ടുണ്ടാവാം, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല പലർക്കും. കാരണം ഇതിനും ഗുരു വേണം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ കൂടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ആൻസൈറ്റി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്, ഈ വീണ്ടും നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള വിഷയം കൂടുകയാണെങ്കിൽ എനിക്കിതിനെ പരിഹരിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഞാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഇതിങ്ങനെയാണല്ലോ, ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോഴാണ് എനിക്കതിന് മറുപടി പറയാൻ പറ്റുക. കാരണം ഞാൻ ഇതിലൂടെ പോയ ആളാണ്, ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയ ആളാണ്. ഇത് മാത്രമാണ് പരിഹാരമെന്ന് എനിക്ക് മനസ്സിലായതാണ്. വേറെ ഒരിടത്തും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ തലയ്ക്കുള്ളിലെ കോശങ്ങളിൽ സംഭവിക്കുന്ന ക്ഷതങ്ങളാണ് ഒരുപക്ഷെ ഇത്. അപ്പോൾ ആ ക്ഷതത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസിന് കഴിയില്ല. കാരണം സൂക്ഷ്മമായ ഇന്ദ്രിയത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് മാത്രമേ കഴിയുള്ളൂ. ഡോക്ടർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവാണ് നമുക്ക് സമാധാനത്തിലേക്ക് വരുത്തുകയുള്ളൂ. ഇത് സമാധാനത്തിലേക്ക് വരുമെന്നുള്ള 100% ഉറപ്പാണ്. സമാധാനത്തിലേക്ക് വരുമെന്ന് മാത്രമല്ല, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ ഒരു വിഷയമായി നമ്മുടെ മുന്നിൽ വന്നു,
ഈവൻ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും വിജയിക്കാൻ അനുഭവിക്കുന്ന ഒരു സമയമല്ലേ, അല്ലെങ്കിൽ ഒരു വിഷയമല്ലേ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഒരു തരത്തിലും നമ്മളെ കെടുത്തുവാനോ താഴ്ത്തിക്കെട്ടുവാനോ ഒരു മനുഷ്യന് കഴിയില്ല. ഈവൻ അങ്ങനെ സംഭവിച്ചാൽ തന്നെ നമുക്കതിന് നമ്മൾ സ്വയം വിചാരിക്കണ്ടേ. ഒരാൾ ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ മോശക്കാരനാകുമോ? ഇല്ല. ഞാൻ വിചാരിക്കണം ഞാൻ മോശക്കാരനാണെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ഞാൻ മോശക്കാരനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനത് ചെയ്യണോ വേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാമല്ലോ. അപ്പം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നു, ഒരാൾ പറയുന്നു മോശക്കാരനാണെന്ന് പറയുന്നു, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. അയാളങ്ങനെ പറഞ്ഞാൽ അതെനിക്ക് പുറത്തുനിന്ന് അയാളെ ആ ചിന്ത ഇല്ലാതാക്കാൻ കഴിയും. അതാണ് നമ്മുടെ ശക്തി. ആ ശക്തി നമ്മൾ ആർജിച്ചെടുക്കണം. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, നിരീക്ഷണ ബോധം. നിരീക്ഷിക്കുക, നിരന്തരമായി നിരീക്ഷിക്കുക, എവിടെ ഇരുന്നാലും നിരീക്ഷിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇത് പൈസ മുടക്കോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് ചെന്നിട്ടോ ഒന്നും ചെയ്യേണ്ട, ഇത് ആർക്കും ചെയ്യാം. ഇത് ഒരു എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ഇത് ഞാൻ പറയും ഇതൊരു അനുഗ്രഹമാണെന്നേ പറയുള്ളൂ. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാനുള്ളൊരു സാധ്യത നമ്മൾ ഉണ്ടാക്കി തരുന്നതിന് അനുഗ്രഹം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാനും കഴിയും. എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ? ഒരു 50 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ച് ഒരു സുഹൃത്തിനെ കാണണം, അല്ല ഒരു വസ്തു നമുക്ക് വേണം. അത് ആവശ്യമൊന്നുമല്ല, അതില്ലെങ്കിൽ നമ്മൾ ജീവിക്കും. അപ്പോൾ നമുക്ക് ആ ആവശ്യം വേണ്ടെന്നങ്ങ് വെച്ചാൽ പോരെ, ആ യാത്ര അങ്ങ് ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിഷയം കൂടെ ഞാൻ പറയട്ടെ. ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ മറ്റു വിഷയങ്ങൾ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ അത് പറയണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം കേൾക്കുന്നവർ ദയവായിട്ട് ആ ഒരു പോയിൻ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം മനസ്സിലായില്ലെങ്കിൽ അത് എൻ്റെ പരാജയമാണ്. നിങ്ങൾക്ക് ഞാനീ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്സ് നമ്മളെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് ഒരു പരിഹാരമാണ്. ഇതേ പരിഹാരമുള്ളൂ. പ്രകൃതി അനുഗ്രഹിക്കണം, പ്രകൃതി നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തണം. പ്രകൃതി എന്ന് പറയാൻ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കണ്ണുകൾ അഴിച്ചു വിടണം. നമ്മളുടെ മുന്നിൽ വരുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ നോക്കണം. മരങ്ങൾ, അല്ലേ, സസ്യലോകം, ജന്തുലോകം, പക്ഷികൾ, പക്ഷിവർഗ്ഗങ്ങൾ, അങ്ങനെ എല്ലാം നോക്കണം. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കൂടുതൽ നമ്മൾ എത്ര നിരീക്ഷിക്കുന്നോ അത്രയും മനസ്സിലാകും. നമ്മളിപ്പോൾ ഒരു നായയെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ചേഷ്ടകൾ, അതിൻ്റെ പ്രകൃതി നോക്കുമ്പോൾ അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അത്ര പവർഫുള്ളാണ് നമുക്കങ്ങനെ നിരീക്ഷിച്ച് ആ വസ്തു എന്താണെന്ന് അറിയാനുള്ള പൂർണ്ണമായ ഒരു ബോധം നമുക്കുണ്ട്. അതിനാണ് ഈ പരിണാമം എന്ന് പറയുന്നത്. നമ്മൾ പരിണാമത്തിൻ്റെ പ്രക്രിയയിൽ അവസാനം വന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന വസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നത് പൂർണ്ണമായിട്ട് അറിയാനുള്ള ഒരു ശക്തി നമുക്കുണ്ട്. ആ ശക്തിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു വസ്തുവിനെ കണ്ടാൽ അതെന്താണെന്ന് അറിയാനുള്ളൊരു ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഈ നിരീക്ഷണ ബോധത്തിലൂടെയാണ്. നമ്മുടെ അകത്ത് നടക്കുന്ന ലോകത്തെ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ പുറത്തൊരു ലോകമുണ്ട്, പ്രകൃതി. അതിനെ നമ്മൾ നിരീക്ഷിക്കണം. എന്താണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കിണറ്റിൽ കിടക്കുന്ന വെള്ളം, നമ്മുടെ വാട്ടർ ടാങ്കിൽ കിടക്കുന്ന വെള്ളം, നമ്മൾ പൈപ്പിൽ വരുന്ന വെള്ളം, വാട്ടർ ബോട്ടിലിരിക്കുന്ന വെള്ളം, എത്രയോ കാലങ്ങളായിട്ട് ഈ വെള്ളം ഇവിടെ ഉള്ളതാണ്. എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ്, അത്രയും പോകണ്ട, ഒരു 100 വർഷം കണക്ക് കൂട്ടിക്കും. ഈ 100 വർഷം മുമ്പ് ഈ നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കുളിക്കുന്ന വെള്ളം, ഈ കിണറ്റിൽ കിടക്കുന്ന വെള്ളം, ടാപ്പിലെ വെള്ളം, ഇതെവിടെ കിടന്നു? ഈ 100 വർഷം മുമ്പ് ഈ വെള്ളം ഏതോ ഒരു അവസ്ഥയിൽ കിടന്നിരുന്നു. അതിന് രൂപാന്തരം സംഭവിച്ചാണ് ഇപ്പം നമ്മുടെ കൈകളിൽ വന്നിരിക്കുന്നത്. എത്രയോ പേരത് ഉപയോഗിച്ചിട്ടുണ്ട്. എത്രയോ പക്ഷികളിലൂടെ, ജന്തുക്കളിലൂടെ ഇത് പോയിട്ടുണ്ട്. എത്രയോ മഴയായിട്ട് ഇത് പെയ്തിട്ടുണ്ട്, കടലിൽ പോയിട്ടില്ലേ? അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് എന്താണ്? നിരന്തരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. നമുക്ക് വെള്ളം കൂടാറുണ്ടോ? ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വെള്ളം വരാറുണ്ടോ? ഇല്ല. വെള്ളം കുറയാറുണ്ടോ? ഇല്ല.
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം സംഭവിക്കും. അതൊരു ചാക്രികമാണ്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. വൃത്തത്തിൽ സഞ്ചരിക്കുക. എല്ലാ വസ്തുക്കളും, എല്ലാ ജീവികളും, നമ്മൾ വൃത്തത്തിലാണ് സഞ്ചരിക്കുന്നത്. നമ്മളത് കൂടുതൽ പഠനത്തിലേക്ക് അത് പോകണം. കൂടുതൽ നിരീക്ഷണബോധം ഉണർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാവും. എല്ലാം തുറന്നു വരും. ഇതൊരു പ്രപഞ്ച നിയമമാണ്, പ്രകൃതി നിയമമാണ്. പ്രകൃതിയെ നമ്മൾ താഴ്മയായി, വിനയത്തോടെ, ഒരു സമർപ്പണ ബോധത്തോടു കൂടി നമ്മളോട് ക്ഷമിച്ചും സ്നേഹിച്ചും സഹിച്ചും മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി നമുക്ക് ഈ പുസ്തകം, പ്രപഞ്ചത്തിൻ്റെ പുസ്തകം തുറന്നു തരും. അവിടെയാണ് നമ്മൾ ജീവിതത്തിൽ ഇന്നോളം നമ്മൾ അനുഭവിച്ച എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിന് രാജയോഗം എന്നാണ് പറയുക. രാജാവിനെ പോലെ, യോഗിയെപ്പോലെ ജീവിച്ചിട്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടെ പിരിഞ്ഞു പോകാൻ കഴിയും.